അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4-ാം ക്ലാസ്സിലെ തദ്രീബു തിലാവ എന്ന പാഠപുസ്തകത്തിലെ ആദ്യ പാഠമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ റബ്ബി സിദ്നി ഇൽമാ. ആമീൻ. അപ്പൊ നമുക്ക് ആദ്യ പാഠത്തിലേക്ക് കടക്കാം. എന്താണ് ആദ്യ പാഠത്തിന്റെ ഹെഡിങ്? ഏതാണ് ആദ്യ പാഠം? അഹ്കാമുൽ മീമി സാക്കിന അല്ലെ? ആദ്യ പാഠം അഹ്കാമുൽ മീമി സാക്കിന, സാക്കിനായ മീമിന്റെ വിധികൾ അല്ലെങ്കിൽ സാക്കിനായ മീമിന്റെ നിയമങ്ങൾ അല്ലെ? അപ്പൊ എന്താണ് സാക്കിനായ മീമ് അല്ലെ? അതായത് അല്ലെ, നമ്മൾ സാക്കിനായ മീമ് അല്ലെ, ഒരു സുക്കൂനുള്ള മീമ് അല്ലെ? സാക്കിനായ മീമ് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമ്. ഫതഹോ കെസറോ ലൊമ്മോ ഇല്ലാത്ത അവസ്ഥയാണ് സുക്കൂന്. അതായത് ഒരക്ഷരം, ഇപ്പൊ മീമ് എന്നുള്ള അക്ഷരത്തിന് ഫതഹും ഇല്ല, കെസറും ഇല്ല, ലൊമ്മും ഇല്ല. ഈ അവസ്ഥയാണ് സുക്കൂൻ എന്ന് പറയുന്നത് അല്ലെ? സുക്കൂന് നമ്മൾ ഇതുപോലൊരു ചെറിയ വൃത്തത്തില് ഒരു ചിഹ്നമായിട്ട് നമ്മൾ എന്ത് ചെയ്യലുണ്ട്? സൂചിപ്പിക്കാറുണ്ട് അല്ലെ? ഇൻഷാ അല്ലാഹ്. അപ്പോ അഹ്കാമുൽ മീമി സാക്കിന, സാക്കിനായ മീമിന്റെ നിയമങ്ങൾ, സാക്കിനായ മീമിന്റെ നിയമങ്ങൾ. അപ്പൊ സാക്കിനായ മീമിന് 3 നിയമങ്ങളാണുള്ളത്. സാക്കിനായ മീമിന് 3 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തെ നിയമമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാക്കിനായ മീമിന്റെ ഒന്നാമത്തെ നിയമം അൽ ഇദ്ഗാമു. സാക്കിനായ മീമിന്റെ ഒന്നാമത്തെ നിയമം അൽ ഇദ്ഗാമു. സാക്കിനായ മീമിന്റെ ഒന്നാമത്തെ നിയമം അൽ ഇദ്ഗാമു. എന്താണ് ഇദ്ഗാം? നമുക്ക് പഠിച്ചാലോ. എന്താണ് ഇദ്ഗാം എന്ന് പഠിച്ചാലോ നമുക്ക് ഇൻഷാ അല്ലാഹ്. എന്താണ് ഇദ്ഗാം? സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. സുക്കൂനുള്ള മീമിന് ശേഷം, ഒന്നുകൂടി ശ്രദ്ധിക്കുക, സുക്കൂനുള്ള മീമിന് ശേഷം. അപ്പൊ ഒരു സുക്കൂനുള്ള മീം അല്ലെ, ഒരു സുക്കൂനുള്ള മീമിന് ശേഷം ഒരു സുക്കൂനുള്ള മീം. ഈ സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ, ഹറക്കത്തുള്ള ഏതൊക്കെ ഹറക്കത്ത്? ഉദാഹരണം, ഇപ്പൊ സുക്കൂനുള്ള മീമിന് ശേഷം അല്ലെ, സുക്കൂനുള്ള മീമിന് ശേഷം ഒരു ഹറക്കത്തുള്ള മീം വന്നു, ഒരു ഫത്താഹുള്ള മീം വന്നു. എന്താണ് ഹർക്കത്ത്? ഫത്തഹ്, കസ്ർ, ലമ്മ അല്ലെ? ഒരു ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് എന്ത് ചെയ്യണം? ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഉന്നത്ത് നൽകി എന്ന് പറഞ്ഞാല് മണിച്ചുച്ചരിക്കണം അല്ലെ? അപ്പോ സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ, ഇവിടെ നമ്മൾ ഉദാഹരണം എടുത്തത് ഫതഹുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. ഇദ്ഗാം എന്ന് പറയുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ ഉസ്താദിന്റെ ഒപ്പം. സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഒരു തവണ കൂടി. സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്നത് അഹ്കാമുൽ മീമി സാക്കിന, സാക്കിനായ മീമിന്റെ നിയമങ്ങൾ. ഒന്നാമത്തെ നമ്മൾ പഠിച്ചു. എന്താണ്? സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ, സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ അല്ലെ, സുക്കൂനുള്ള മീമിന് ശേഷം ഫതഹുള്ള മീം വന്നാൽ, അല്ലെങ്കിൽ കസ്റുള്ള മീം വന്നാൽ, അല്ലെങ്കിൽ ലമ്മില്ല മീം വന്നാൽ അതിനെന്ത് ചെയ്യണം? രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത് അല്ലെ? നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ. പാഠപുസ്തകത്തിൽ തന്നെയുള്ള ഒരു ഉദാഹരണമാണ്. നോക്കുക അല്ലെ? എന്താണ്?
ആദ്യം എന്താണ് എന്നുള്ളതുണ്ട്. എന്നുള്ളതിന് ശേഷം മൻ എന്നുള്ളത് വന്നു. എന്നുള്ളതിന് ശേഷം മൻ എന്നുള്ളത് വന്നു. അപ്പൊ നമ്മള് ഇവിടെ നോക്കുക, ഇവിടെ സുക്കൂനുള്ള മീം അല്ലെ, അതിനുശേഷം ഹർക്കത്തുള്ള, അതായത് ഫതഹുള്ള മീം വന്നു. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നു. അപ്പൊ നമ്മൾ എന്താ പഠിച്ചു? സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിക്കണം. രണ്ടിനെയും പരസ്പരം ലയിപ്പിക്കണം അല്ലെ. എങ്ങനെയാവുക? രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച്. അപ്പൊ ലയിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് മീമും ഒരു മീമാവും അല്ലെ. രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. രണ്ടിനെയും അല്ലെ, നമുക്ക് ഈ വാക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. അപ്പൊ ഇങ്ങനെ വന്നാല് മൻ എന്ന് വന്നാല് രണ്ടും കൂടി കൂട്ടിയിട്ട് മൻ. എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? മൻ അല്ലെ, മൻ. കിട്ടിയോ? അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഉസ്താദ് ഒരു തവണ കൂടി പറഞ്ഞുതരാം, ഉസ്താദിന്റെ ഒപ്പം പറയാ. സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. അല്ലെ. നമുക്ക് മറ്റ് നമ്മുടെ ജൂലൈ 18 മുതൽ അല്ലെ, ജൂലൈ 18 മുതൽ 23 വരെ നമ്മുടെ പാദവാർഷിക പരീക്ഷ മദർസകളിൽ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ എജുകാഫില് പാദവാർഷിക പരീക്ഷ സ്പെഷ്യൽ ബാച്ച് എന്നുള്ളൊരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. പാദവാർഷിക പരീക്ഷ സ്പെഷ്യൽ ബാച്ച് അല്ലെ, എല്ലാ പാഠത്തിന്റെയും പാദവാർഷിക പരീക്ഷയ്ക്കുള്ള എല്ലാ പാഠത്തിന്റെയും സ്പെഷ്യൽ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്? എജുകാഫില് ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക? ബാച്ചിൽ പങ്കെടുക്കുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ എജുകാഫിന്റെ ആപ്പ് ഉണ്ടാവും. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ നമ്പറിൽ അല്ലെ, ഏത് നമ്പർ? 85 92 09 85 40 എന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു തരും അല്ലെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എവിടേക്ക് തിരിച്ചു വരാം? ഇദ്ഗാമിലേക്ക് തിരിച്ചു വരാം അല്ലെ. ഇൻഷാ അല്ലാഹ് ഇദ്ഗാമിലേക്ക്. അപ്പൊ നമുക്ക് മറ്റൊരു ഉദാഹരണം അല്ലെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. സാക്കിനായ മീമിന്റെ രണ്ടാമത്തെ നിയമം പഠിച്ചതിന് ശേഷം ഉദാഹരണം നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് ഒന്നാമത്തെ നിയമം പഠിച്ചത് അല്ലെ. സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം. ഇനി രണ്ടാമത്തെ നോക്കാം. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിലേക്ക് അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം അല്ലെ. സുക്കൂനുള്ള മീമിന് അവിടെ എഴുതി കാണിച്ചതാ. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ എന്താ ചെയ്യേണ്ടത് അല്ലെ? ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ആ ലൈൻ എന്ന് പറഞ്ഞാണ് ഉസ്താദിന്റെ ഒപ്പം പറയാം. മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. 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 എങ്ങനെ ഉസ്താദ് പറഞ്ഞുതരാം. മീമിന് ശേഷം ബാ വന്നാൽ നമ്മൾ പറയേണ്ടത് എങ്ങനെ അല്ലെ, നമ്മൾ ഓതേണ്ടത് അല്ലെ, ഖുർആൻ ഓതേണ്ടത് മീമിനെ എന്ത് ചെയ്യണം? ബായിൽ ഇങ്ങോട്ട് അവ്യക്തമാക്കണം. നേരെ വ്യക്തമായിട്ട് പറയരുതേ, അവ്യക്തമാക്കിയിട്ട് പിന്നെ മണിച്ചുച്ചരിക്കണം. ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ മണിച്ചുച്ചരിക്കണം. അപ്പൊ എങ്ങനെ
എങ്ങനെ ബാ ബാ. നോക്കാം ഇൻഷാ അല്ലാ. നോക്കാം, നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ ഹും എന്നുള്ളത് അല്ലെ, ആണോ? ഹും എന്നുള്ളതിന് ശേഷം ബിഹി എന്ന് വന്നു. ബിഹി, ഹും എന്നുള്ളതിന് ശേഷം ബിഹി എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? സുക്കൂനുള്ള മീമുണ്ട്, അതിനുശേഷം ബാ ഉണ്ട് അല്ലെ, അതിനുശേഷം ബാ ഉണ്ട്. അപ്പൊ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ഓതണം? സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ നമ്മൾ എങ്ങനെ ഓതണം എന്നാ പറഞ്ഞേ? സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെ ഓതുക? ഹും ബിഹി. എങ്ങനെ? ഹും ബിഹി. എല്ലാവരും സ്റ്റാൻഡ് ഒപ്പം ഒരു തവണ പറഞ്ഞാൽ, ഒരു തവണ പറയൂ. ഹും ബിഹി, ഹും ബിഹി. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോ സാക്കിനായ മീമിന്റെ രണ്ട് നിയമങ്ങൾ, സുക്കൂനുള്ള മീമിന്റെ രണ്ട് നിയമങ്ങൾ, ഒന്ന് ഇദ്ഗാം ഒന്ന് പഠിച്ചു. മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം അല്ലെ, സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ ഇദ്ഗാം. പിന്നെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ നമ്മൾ പഠിച്ചു ഇഖ്ഫാ അല്ലെ. സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ എന്താ ചെയ്യേണ്ടത്? അല്ലെ, ബായിൽ, സുക്കൂനുള്ള മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം അല്ലെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകാം, അല്ലെ. ഇവിടെ ശ്രദ്ധിക്കാം. വമയ്യദിലിം അല്ലെ, ഈ ഉദാഹരണം നോക്കിയോ കാണി. വമയ്യദിലിം. ഇവിടെ നമ്മള് സുക്കൂനുള്ള മീമ് കണ്ടില്ലേ? എല്ലാവരും കാണില്ലേ? സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നു അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചു? സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ ഇദ്ഗാമാണ് അല്ലെ. ഇദ്ഗാമാണ്. രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. എങ്ങനെ? വമയ്യളിം മിൻകും, വമയ്യളിം രണ്ടിനെയും എന്ത് ചെയ്തു? ലയിപ്പിച്ചു, പിന്നെ ശ്രദ്ധ ചെയ്തു, പിന്നെ മണിച്ചു. യളിം അല്ലെ, വമയ്യളിം. അടുത്ത ഉദാഹരണം നോക്കാം. അടുത്ത ഉദാഹരണം നോക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത ഉദാഹരണം അല്ലെ, എന്താണ്? അലൈഹിം മിനസ്സമാ അല്ലെ. എങ്ങനെയാണ്? ഇവിടെ സുക്കൂനുള്ള മീമുണ്ട് അല്ലെ. സുക്കൂനുള്ള മീമിന് ശേഷം ഏത് വന്നു? ഹർക്കത്തുള്ള മീം വന്നു. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നു അല്ലെ. എന്താണ്? ഇദ്ഗാം. ഒരു തവണ കൂടി നമുക്ക് പറയാം. സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. രണ്ടിനെയും പരസ്പരം ആദ്യം ലയിപ്പിക്കണം, എന്നിട്ട് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി അല്ലെ. എങ്ങനെ? അലൈഹിം അലൈഹിം. അടുത്ത നോക്കുക. ഇൻ കുൻതും മൂഖിനീൻ. നമ്മുടെ വിഷയം ഇവിടെ സുക്കൂനുള്ള മീമുണ്ട്, അതിനുശേഷം ഹർക്കത്തുള്ള ലൊമ്മുള്ള മീമുണ്ട് അല്ലെ. ലൊമ്മുള്ള മീമുണ്ട്. അപ്പോ അല്ലെ, സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം അല്ലെ. പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു അല്ലെ. ഇൻ കുൻതും മൂഖിനീൻ. അടുത്ത നോക്കാം. ഫഖദ് കദ്ദബൂകും ബിമാ. ഇവിടെ എന്താണ്? ഇവിടെ എന്താ നിയമം? ഇവിടെ മീമിന് ശേഷം ബാ വന്നത്. മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം, മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ആണ് അല്ലെ. മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ആണ്. 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 മീമിന് ശേഷം ബാ
മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ. അപ്പൊ ഇഖ്ഫ എന്താ ചെയ്യേണ്ടത്? സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി, മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം, ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഫഖദ് കദ്ദബൂകും ബിമാ കദ്ദബൂകും ബിമാ. ഇൻഷാ അല്ലാഹ് അടുത്ത ഉദാഹരണം നോക്കാം. അടുത്ത ഉദാഹരണവും സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു അല്ലെ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്ന്. അപ്പൊ എങ്ങനെ? മിൻ അർളിക്കും ബിസിഹ്രി അല്ലെ, മിൻ അർളിക്കും ബി അർളിക്കും ബി അല്ലെ. അവിടെയാണ് നമ്മളെ വിഷയം. മീമിന് ശേഷം ബാവ് വന്നാൽ, സുക്കൂനുള്ള മീമിന് ശേഷം ബാവ് വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഉന്നത്ത് ചെയ്ത് പറഞ്ഞാൽ മണിച്ചുച്ചരിക്കണം അല്ലെ, ഉന്നത്ത് ചെയ്ത് മണിച്ചുച്ചരിക്കണം അല്ലെ. അപ്പൊ നമ്മള് ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉദാഹരണങ്ങളുണ്ട് അല്ലെ. നമുക്ക് ആ ഉദാഹരണങ്ങളിലേക്ക് കടന്നാലോ? ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നു. സുക്കൂനുള്ള മീമിന് ശേഷം ഏത് വന്നു? ഹർക്കത്തുള്ള മീം വന്നു അല്ലെ. അപ്പൊ എങ്ങനെ? ഇന്നാ മഅകും മുസ്തമിഊൻ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നു. ഇത് ഏതാണ്? ഇദ്ഗാം ആണ്. ഇത് ഏതാണ്? ഇദ്ഗാം അല്ലെ, ഇദ്ഗാം. ഇദ്ഗാം. അടുത്ത് വമാ കാന അക്സറഹും മുഅ്മിനൂൻ. മീമിന് ശേഷം മീം വന്നു. എന്താണ്? ഇദ്ഗാം. മീമിന് ശേഷം മീം വന്നു, ഇദ്ഗാം. അടുത്തത് വജാഹിദുഹും ബിഹി. മീമിന് ശേഷം ബാ വന്നു. ഏതാണ്? ഇഖ്ഫാ. ഇഖ്ഫാ. ഇവിടെ ഹൽ അൻതും, മീമിന് ശേഷം മീം വന്നു. ഏതാണ്? ഇദ്ഗാം. ഇദ്ഗാം. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇങ്ങനെ തിരിച്ചറിയാൻ ഉണ്ടാവും പരീക്ഷക്ക്, ഇങ്ങനെ തിരിച്ചറിയാൻ ഉണ്ടാവും. ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ദിക്ർ കൂടി അല്ലെ, ഒരു ദിക്ർ കൂടി ഈ പാഠത്തിൽ പഠിക്കാണ്ട്. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ള ഒന്ന് ആവർത്തിക്കുക, പിന്നെ സുബ്ഹാനക ഇന്നി കുൻതു എന്ന് ആവർത്തിക്കുക, പിന്നെ മിനൽ ളാലിമീൻ. നമ്മൾ വലിയ ഹദീസുകളും ഖുർആൻ ആയത്തുകളൊക്കെ പഠിക്കുമ്പോൾ, വലുത് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ചങ്കിങ് മെത്തേഡ് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതായത് അതിനെ പാർട്ടായിട്ട് ഭാഗിക്കുക. എന്നിട്ട് അതിന് ഫസ്റ്റ് പാർട്ട് ഒരു 5 തവണ ആവർത്തിക്കുക, സെക്കൻഡ് പാർട്ട് ഒരു 5 തവണ ആവർത്തിക്കുക, എന്നിട്ട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടി പറയാ, പിന്നെ തേർഡ് പാർട്ട് ആവർത്തിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ? ആദ്യം മുതൽ പറയാം. ഉസ്താദ് കാണിച്ചു തരാം. ഉസ്താദിന്റെ ഒപ്പം ഫസ്റ്റ് പാർട്ട് ലാ ഇലാഹ ഇല്ലാ അൻത, 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 ലാ ഇലാഹ ഇല്ലാ അൻത. സുബ്ഹാനക ഇന്നി കുൻതു, സുബ്ഹാനക ഇന്നി കുൻതു, സുബ്ഹാനക ഇന്നി കുൻതു, സുബ്ഹാനക ഇന്നി കുൻതു, സുബ്ഹാനക ഇന്നി കുൻതു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു, 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 ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, മിനൽ ളാലിമീൻ, മിനൽ ളാലിമീൻ, മിനൽ ളാലിമീൻ, മിനൽ ളാലിമീൻ, മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. ഇങ്ങനെ പഠിച്ചാൽ നമുക്കത് വേഗം പറയാം, വേഗം പഠിക്കും. ഒരു തവണ കൂടി ഈ ക്ലാസ് അല്ലെ, ഒരു തവണ കൂടി ഈ ക്ലാസ് എന്ത് ചെയ്യുക? കേൾക്കുക. ഉസ്താദ് പറയുമ്പോൾ ഉസ്താദിന്റെ ഒപ്പം പറഞ്ഞ് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആദ്യ പാഠം ഇവിടെ അവസാനിച്ചു.
ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അല്ലെ നമ്മുടെ ജൂലൈ 18 തുടങ്ങുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവാന് ഉസ്താദ് ദുആ ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. ഇനി അടുത്തത് ഏത് ക്ലാസ് ആണ്, ഏത് വീഡിയോ ആണ്, ഏത് പാഠപുസ്തകത്തിന്റെ വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഉസ്താദ് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.